ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരണാനന്തര അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിച്ചു വന്നപ്പോൾ തിരുവചനത്തിലെ 7 ചോദ്യങ്ങളും
അതിന് ദൈവത്തിൻ്റെ ഈ തിരുവചനം തരുന്നതായ മറുപടികളും നാം ധ്യാനിച്ച് വരികയായിരുന്നു. മരണത്തിന് ശേഷമുള്ളതായ അവസ്ഥയെക്കുറിച്ചുള്ളതായ ധ്യാനാത്മകമായ പഠനമാണ് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് നിർവഹിപ്പാൻ ഈ നാളുകളിൽ ദൈവം ഭാഗ്യം തന്നിരിക്കുന്നത്. മരണാനന്തരാവസ്ഥ, മരണത്തിന് ശേഷമുള്ളതായ ജീവിതം, മരണത്തിന് ശേഷമുള്ളതായ അവസ്ഥ. ഒന്നാമത് നാം ചിന്തിച്ചത് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ എന്ന ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ, അവൻ്റെ ആത്മാവ് എവിടെയാണ് ചെല്ലുന്നത് എന്ന് പുരാതന കാലത്തെ ഭക്തനും വിശുദ്ധനും നീതിമാനുമായ ഇയ്യോബ് ചോദിക്കുന്ന ചോദ്യം. 14-ാം അധ്യായം 10-ാം വാക്യത്തിലെ ആ ചോദ്യത്തിൻ്റെ മറുപടി ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ നാം കാണുകയുണ്ടായി, നാം അത് ധ്യാനിക്കുകയുണ്ടായി. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ജീവിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? ആ ചോദ്യത്തിൻ്റെ മറുപടി, ആ ചോദ്യം ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യമാണ്. അതിൻ്റെ മറുപടി യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം കണ്ടു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മൂന്നാമത്തെ ചോദ്യമാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യൻ ആര്? 89-ാം സങ്കീർത്തനത്തിൻ്റെ 48-ാം വാക്യം, ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യൻ ആര്? തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ? മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ? വീണ്ടും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ എല്ലാ മനുഷ്യരും മരിക്കുമോ? ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യനാര്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഈ ഭൂമിയിൽ ജനിച്ചു, ഈ ഭൂമിയിൽ ജീവിച്ചു, അനേകർ മരിക്കുകയാണ്. എന്നാൽ ആരെങ്കിലും മരണം കാണാതെ ഇരിക്കുമോ? മരിക്കാതെ ആരെങ്കിലും ഉണ്ടാകുമോ? ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യൻ ആര്? അതുതന്നെ വേറൊരു വിധത്തിൽ അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ? മരണത്തിനപ്പുറമുള്ള പാതാളത്തിലേക്ക് മനുഷ്യൻ പോകാതെ, പാതാളം കാണാൻ ഇടവരാതെ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ? ഈ ചോദ്യത്തിൻ്റെ മറുപടി യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരണം കാണുകയില്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരണം കാണുകയില്ല. ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യനാര്? ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരണം കാണുകയില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നതും ഇതിനുള്ള മറുപടിയാണ്. ആരെങ്കിലും പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നവനുണ്ടോ? മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവനുണ്ടോ? മരിക്കാതിരിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിൻ്റെ മറുപടി വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാന് കരുണയുള്ള കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. എന്താണത്? വെളിപ്പാട് 1:18, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മരണത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്, പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മരണം വഴിയായി പാതാളത്തിലേക്ക് പോയവരെ വിടുവിക്കുവാൻ ആ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. മരണം കാണാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ, മരിക്കാതിരിക്കാൻ,
പാതാളത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ, അതിന് മനുഷ്യനെ പാതാളത്തിലേക്ക് വിടാതിരിക്കാൻ പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം കണ്ടത്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല, ഒരു നാളും മരണം കാണുകയില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? അത് വിശദീകരിച്ച് കിട്ടുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിലാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനത്തിൽ കോരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ, ഒന്നാമത്തെ കോരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, 15-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യം മുതൽ, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോകയില്ല, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. വ്യക്തമായിട്ടാണ് പറയുന്നത്. ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യനാര്? തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ? അപ്പോസ്തലൻ പറയുകയാണ്, ഞാനൊരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാം. ഐ ഷാൽ റിവീൽ എ മിസ്റ്ററി ടു യു. നിങ്ങൾക്കൊരു രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനൊരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് ആ മർമ്മം? ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഈ ഭൂമിയിൽ ജനിച്ചു വളർന്ന എല്ലാവരും മരിക്കുകയില്ല, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. വീണ്ടും അപ്പോസ്തലൻ വിശദീകരിക്കുന്നു, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു നോക്കാം. ലിവിങ് ബൈബിളിൽ അതിങ്ങനെ കാണുന്നു, ഐ എം ടെല്ലിങ് യു ദി സ്ട്രേഞ്ച് ആൻഡ് വണ്ടർഫുൾ സീക്രട്ട്. വളരെ അത്ഭുതകരമായ ഈ ഒരു സത്യം, ഈ ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഐ എം ടെല്ലിങ് യു ദിസ് സ്ട്രേഞ്ച് ആൻഡ് വണ്ടർഫുൾ സീക്രട്ട്. വി ഷാൽ നോട്ട് ഓൾ ഡൈ. നമ്മളെല്ലാവരും മരിക്കുകയില്ല. ബട്ട് വി ഷാൽ ഓൾ ബി ഗിവൺ ന്യൂ ബോഡീസ്. നമുക്ക് എല്ലാവർക്കും പുതിയ ശരീരം കിട്ടും. ഇറ്റ് വിൽ ഓൾ ഹാപ്പൻ ഇൻ എ മോമെൻറ്റ്. ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം സംഭവിക്കും. ഏതെല്ലാം സംഭവിക്കും? ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ. ഒരു കണ്ണ് ചിമ്മുന്നതിനിടയിൽ, കണ്ണൊന്ന് ചിമ്മി തുറക്കുന്നതിനിടയിൽ, ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ. ഇറ്റ് വിൽ ഓൾ ഹാപ്പൻ ഇൻ എ മോമെൻറ്റ്, ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ, വെൻ ദ ലാസ്റ്റ് ട്രംപറ്റ് ഇസ് ബ്ലോൺ. ലാസ്റ്റ് ട്രംപറ്റ്, അവസാനത്തെ കാഹളം മുഴങ്ങുമ്പോൾ, അവസാനത്തെ കാഹളം ഊതുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ മരിക്കുന്നില്ല, പക്ഷെ അവർ രൂപാന്തരപ്പെടും. അവസാനത്തെ കാഹളം ഊതുമ്പോൾ അതിന് മുൻപ് ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയവർ അവർ ഉയർത്തെഴുന്നേൽക്കും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് തന്നെ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം മുതൽ പറയുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കും. അപ്പോൾ വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. ക്രിസ്തുവിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കും, രൂപാന്തരപ്പെടും. ക്രിസ്തുവിനുള്ളവർ ഉയർത്തെഴുന്നേൽക്കും, രൂപാന്തരപ്പെടും. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, രൂപാന്തരപ്പെടും. കാത്തിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും, രൂപാന്തരപ്പെടും. ഒരുങ്ങിയിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും, രൂപാന്തരപ്പെടും. ആർക്കാണ് ഇത് സംഭവിക്കുന്നത്?
വാങ്ങിപ്പോയവരാണെങ്കിലും ജീവനോടിരിക്കുന്നവരാണെങ്കിലും ക്രിസ്തുവിൽ ഉള്ളവർ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ളവർ, അവർ വാങ്ങിപ്പോയവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് കൂടിയുള്ളവർ രൂപാന്തരപ്പെടും. ക്രിസ്തുവിനുള്ളവർ, ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനുള്ളവർ, അവർ വാങ്ങിപ്പോയവരെ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടും. വിശുദ്ധന്മാർ, വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. കാത്തിരിക്കുന്നവര്, കാത്തിരിപ്പുള്ളവരായി, ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ, കാത്തിരിക്കുന്നവർ, അവരെ രൂപാന്തരപ്പെടും. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ വാങ്ങിപ്പോയവരെ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ടവരെ, അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുവയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. For there will be a trumpet blast from the sky. ആകാശത്ത് നിന്ന് ഒരു കാഹളം ഊതും, കാഹളം മുഴങ്ങും. And all the Christians who have died will suddenly become alive. ക്രിസ്ത്യൻസ് എല്ലാവരും അല്ല, വിശുദ്ധന്മാർ. ക്രിസ്ത്യാനി എന്ന് പേരുള്ളവരല്ല, ക്രിസ്ത്യാനി എന്ന് പേരുള്ളവരല്ല, നാമധേയ ക്രൈസ്തവരല്ല, പുറമേ ചില ചടങ്ങുകളോ ആചാരങ്ങളുമായി ഞാനും ക്രിസ്ത്യാനിയാണ് എന്ന് ഭാവിക്കുന്നവരല്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ അനുയായികൾ, ക്രിസ്തുവിൻ്റെ ഇമേജ് ഉള്ളവർ, ക്രിസ്തുവിൻ്റെ ഛായ പ്രാപിച്ചവർ, ക്രിസ്തു ക്രൂസിൽ കാണിച്ചു തന്ന മാതൃക ജീവിതത്തിൽ അനുഭവമാക്കിയവർ, അങ്ങനെയുള്ള വിശുദ്ധന്മാർ who have died will suddenly become alive. പെട്ടെന്ന് അവർ ജീവൻ പ്രാപിക്കും. with new bodies that will never die. പുതിയ ശരീരം പ്രാപിക്കുന്നവർ ഒരു കാലത്ത് മരിക്കുകയില്ല. with new bodies that will never die. And then we who are still alive shall suddenly have new bodies too. still alive, അപ്പോഴും ജീവിച്ചിരിക്കുന്ന നാം, അപ്പോൾ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ, we who are still alive shall suddenly have new bodies too. For our earthly bodies, the ones we have now that can die, must be transformed into heavenly bodies. ശാരീരിക നമ്മുടെ ഈ ഭൗതിക ശരീരങ്ങൾ അത് മാറി ഹെവൻലി ബോഡീസ് പ്രാപിക്കും, സ്വർഗീയ ശരീരങ്ങൾ പ്രാപിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യനാര്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യേശുക്രിസ്തു വരുന്നുവെങ്കിൽ നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ്. നമ്മിൽ ക്രിസ്തുവിനുള്ളവരായിട്ട്, ക്രിസ്തുവിലുള്ളവരായിട്ട്, വിശുദ്ധന്മാരായിട്ട്, കാത്തിരിക്കുന്നവരായിട്ട്, ഒരുങ്ങിയിരിക്കുന്നവരായിട്ടുള്ളവരെല്ലാം പെട്ടെന്ന് മരിക്കുന്നില്ല, മരണം കാണുന്നില്ല, രൂപാന്തരപ്പെടും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരണം കാണുകയില്ല. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശു അവിടുന്ന് കൈവശം വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് ഇപ്പോൾ അപേക്ഷിക്കുകയാണ്, ഇപ്പോൾ യേശു ക്രിസ്തു വരുന്നുവെങ്കിൽ ആയിക്കൂടുന്നില്ലല്ലോ, നമുക്കറിഞ്ഞുകൂടാ. അവൻ്റെ വരവിൻ്റെ നാളും നാഴിയെ സംബന്ധിച്ച് ആരും അറിയുന്നില്ല. സ്വർഗത്തിലെ നിത്യനായ പിതാവല്ലാതെ പുത്രനമ്പുരാൻ അറിയുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ അറിയുന്നില്ല, അറിയാൻ പാടില്ല എപ്പോഴാണെന്ന്. ഓർക്കൂ, ചിന്തിക്കൂ. ഏത് നിമിഷത്തിൽ യേശുക്രിസ്തു വന്നാലും, അല്ല ഇപ്പോൾ യേശുക്രിസ്തു വന്നാൽ ഞാനൊരു വിശുദ്ധനായിട്ടാണോ നിൽക്കുന്നത്? ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ഞാൻ കഴുകപ്പെട്ടുവോ? ക്രിസ്തുവിൻ്റെ ക്രൂസിലെ തിരുരക്തത്താൽ എൻ്റെ പാപക്കറകളെല്ലാം മാഞ്ഞുപോയോ? മേലിൽ പാപം വരികയില്ല എന്നൊരു തീരുമാനമെടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ വാസ്തവമായും പാപം ജീവിതത്തിൽ ഏശാതെ കരുതലോടും സൂക്ഷ്മതയോടും കൂടിയാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ തിന്മയ്ക്ക് ഏതെങ്കിലും ഇടമുണ്ടോ? എൻ്റെ രാവും പകലുമുള്ള ജീവിതത്തിൽ, ഓരോ നിമിഷവുമുള്ള ജീവിതത്തിൽ എൻ്റെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു? ഇന്നും ഈർഷ്യയും പരിഷതയും വഴക്കും പിണക്കവും വൈരാഗ്യവും കലഹവും മുഷിച്ചിലും കോപവും വാശിയും ഇന്നും എൻ്റെ ഹൃദയത്തിൽ മറഞ്ഞോ തെളിഞ്ഞോ നിൽക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിൽ അശുദ്ധമായ വികാരങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ടിരിക്കുന്നുവോ? അശുദ്ധമായ മോഹങ്ങളിൽ ഞാൻ കുടുങ്ങി നിൽക്കുന്നുവോ? ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകി
ദൈവത്തെ മറന്ന് ഞാൻ ജീവിക്കുന്നുവോ? ചുണ്ടിൽ ദൈവമുണ്ട്, ചുണ്ടിൽ ആരാധനയുണ്ട്, ചുണ്ടിൽ നമസ്കാരമുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ദൈവമില്ലാതെയാണോ ഞാൻ ജീവിക്കുന്നത്? പുറമേ ചടങ്ങുകളുണ്ട്, പുറമേ ആചാരങ്ങളുണ്ട്, പുറമേ അനുഷ്ഠാനങ്ങളുണ്ട്, പുറമേ പള്ളിയുണ്ട്, പുറമേ നമസ്കാരമുണ്ട്, പുറമേ പ്രാർത്ഥനകളുണ്ട്, പുറമേ ഗീതങ്ങളുണ്ട്, സുറിയാനിയിലും മലയാളത്തിലുള്ള ഗീതങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ യേശു വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ കൂടി പ്രതിബിംബിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഞാനൊരു വിശുദ്ധനായോ? സ്നേഹിതരെ, നാം ഓരോരുത്തരും ചിന്തിക്കൂ. എൻ്റെ ജീവിതം ക്രിസ്തു പ്രസാദിക്കുന്ന ഒരു ജീവിതമായി തീർന്നുവോ? ഇല്ലെന്ന് വരികിൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു പോകും. വേദപുസ്തകം എന്തു പറയുന്നു? വേദപുസ്തകം പറയുന്നു, പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 പത്രോസ് 3:9, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവ് രണ്ടാമത് വരുവാൻ താമസിക്കുന്നില്ല. സാരമില്ല, ഇപ്പോഴും കർത്താവ് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചിലർ. പക്ഷേ താമസമില്ല. ചിലർ താമസം വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ഒരു ആഗ്രഹം, ആരും നശിച്ചു പോകരുത്. ഇപ്പോഴാണ് യേശു വരുന്നതെങ്കിൽ പലരും നശിച്ചു പോകും, പലരും കൈവിടപ്പെട്ടു പോകും. മോഷണമുണ്ട്, വ്യാജമുണ്ട്, തന്ത്രവും കൗശലവും ഉണ്ട്, ഉപായങ്ങളും സൂത്രങ്ങളുമുണ്ട്, കപടഭക്തിയും സ്ഥാനമോഹവുമുണ്ട്, ദ്രവ്യാഗ്രഹമുണ്ട്, വളരെ സ്വാർത്ഥ ചിന്തകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിലെ അനേകം വിഷയങ്ങളിൽ കുടുങ്ങിയും ജീവിക്കുന്നു. ഇപ്പോൾ കർത്താവ് വന്നാൽ പലരും നഷ്ടപ്പെട്ടു പോകും, പലരും നിത്യാഗ്നിയിലേക്ക് പോകേണ്ടി വരും, പലരും നിത്യശൂന്യങ്ങളിലേക്ക് പോകേണ്ടി വരും. എന്നാൽ അത് വരാതിരിക്കാൻ കർത്താവ് എന്തു ചെയ്യുന്നു? ആരും നശിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആരും നനച്ചിരിയാത്ത സമയത്ത് കർത്താവ് വീണ്ടും വരും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. നനച്ചിരിയാത്ത സമയത്ത് കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങും. പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രധാന ദൂതൻ്റെ ശബ്ദം മുഴങ്ങും. ആരും വിചാരിക്കാത്ത സമയത്ത്, കരുതാത്ത സമയത്ത് ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങും. പ്രിയപ്പെട്ടവരെ, അതാണ് പറഞ്ഞത്, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങളെത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. എത്ര വിശുദ്ധ ജീവിതം നിങ്ങൾ പുലർത്തേണ്ടതാണ്, എത്ര ഭക്തി ജീവിതം നിങ്ങൾ അവലംബിക്കേണ്ടതാണ്, എത്രമാത്രം കരുതലോടെ നിങ്ങൾ ജീവിക്കേണ്ടതാണെന്ന് അപ്പോസ്തലൻ പൊതുവേ സഭകൾക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു. ഇന്ന് സഹോദരങ്ങളെ, നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളൂ, യേശു ക്രിസ്തു വരുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ മാത്രം, അവർ മാത്രം രൂപാന്തരപ്പെട്ട് പറക്കും. വാനമേഘങ്ങളിലേക്ക് ആത്മശരീരം പ്രാപിച്ച് പറക്കും, സ്വർഗീയ ശരീരം പ്രാപിച്ച് പറക്കും. ദ്രവത്വമില്ലാത്ത ശരീരം അദ്രവത്വത്തിൻ്റെ ശരീരം പ്രാപിച്ച് പറക്കും. അദ്രവത്വമുള്ള ശരീരം, ദ്രവത്വമില്ലാത്ത ശരീരം, ദ്രവിക്കാത്ത ശരീരം, സ്വർഗീയ ശരീരം. ആ സ്വർഗീയമായ ശരീരം പ്രാപിച്ച വിശുദ്ധന്മാർ മാത്രം പറക്കും. മറ്റുള്ളവരോ, അവരെല്ലാം ഉപേക്ഷിക്കപ്പെടും. അതാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നാം ലൂക്കോസിന് സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണുന്നത്. അന്ന് 2 പേർ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ സ്വീകരിക്കും, മറ്റവളെ ഉപേക്ഷിക്കും. 2 പേർ വയലിൽ വേല ചെയ്തുകൊണ്ടിരിക്കും. ഒരുത്തിനെ സ്വീകരിക്കും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ കിടക്കയിലായിരിക്കും. ഒരുത്തിനെ സ്വീകരിക്കും, മറ്റവനെ ഉപേക്ഷിക്കും. ഓർക്കുക, ഉപേക്ഷിക്കപ്പെടുന്നവരുടെ കൂടെ ഞാനാകരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാകരുത്. ഇതെല്ലാം കെട്ടുകഥയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെയെല്ലാം സംഭവിക്കുമോ എന്ന് ഓർക്കുന്നവരുണ്ട്. വ്യക്തമായി ധരിച്ചുകൊള്ളൂ, ഈ തിരുവചനത്തിലുള്ള യാതൊരക്ഷരത്തിൻ്റെയും വള്ളിയും പുള്ളിയും മാഞ്ഞു പോകുകയില്ല. ഒന്നും മായുകയില്ല. എല്ലാം അക്ഷരികമായി നിറവേറുക തന്നെ ചെയ്യും. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നിറവേറിക്കഴിഞ്ഞു.
ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവമക്കളെ, നമുക്കൊന്ന് ഒരുങ്ങാം. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമുക്ക് തുറന്നു വയ്ക്കാം. ഇന്ന് നമ്മെ രക്ഷിപ്പാൻ ക്രിസ്തു വന്നിരിക്കുന്നു. ഇന്ന് നമ്മെ ഓരോരുത്തരെയും ക്രിസ്തു സ്നേഹത്തോടെ വിളിക്കുന്നു. നമ്മുടെ അരികിലൂടെ മന്ദം മന്ദം നടന്നുകൊണ്ട് യേശു നമ്മെ വിളിക്കുന്നു. മകനെ, നിൻ്റെ ഹൃദയം നീ എനിക്ക് തരിക. മകളെ, നിൻ്റെ ഹൃദയം നീ എനിക്ക് തരിക. നിൻ്റെ ഹൃദയത്തിൽ ഞാൻ വാസം ചെയ്യട്ടെ. നിൻ്റെ ജീവിതം ഞാൻ ശോഭനമാക്കട്ടെ. നിൻ്റെ ഭാവി ഞാൻ അനുഗ്രഹമാക്കട്ടെ. നിൻ്റെ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും ഞാൻ മാറ്റട്ടെ. നിൻ്റെ ഹൃദയത്തിൻ്റെ ഇരുൾ ഞാൻ അകറ്റട്ടെ. അന്ധകാര ശക്തിയുടെ ഭീകരമായ ദുഷ്ടവ്യാപാരത്തിൽ ഞാൻ നിന്നെ വിടുവിക്കട്ടെ. നിൻ്റെ മേൽ അധീശത്വം പുലർത്തുന്ന പൈശാചിക ശക്തിയെ ഞാൻ വിധ്വംസിച്ച് അകറ്റട്ടെ. നിൻ്റെ കുടുംബത്തിൽ സകല ബാധകളും സകല ശാപങ്ങളും മാറ്റട്ടെ. മകനെ, നിൻ്റെ മേൽ ഇന്ന് വ്യാപരിക്കുന്ന ദുഷ്ടാത്മശക്തിയെ ഞാൻ നീക്കം ചെയ്യട്ടെ. നീ എന്നെ സ്വീകരിക്കൂ. യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുമോ? യേശുവിനെ നിങ്ങൾ എതിരേൽക്കുമോ? യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുമോ? കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നാഥ, ഈ കാലം അത്രയും നിന്നെ അറിയാൻ ഞാൻ ജീവിച്ചു. ഈ കാലം അത്രയും പാപത്തിന് അടിമയാൻ ഞാൻ ജീവിച്ചു. ഇന്നിതാ ഞാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാനിതാ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഞാൻ എന്നെ തന്നെ അടിയറ വയ്ക്കുന്നു. ഇന്നു മുതൽ നാഥ, ഞാൻ നിൻ്റെ വക. എൻ്റെ പാപക്കറകൾ കഴുകണമേ. എൻ്റെ പാപങ്ങൾ പോക്കണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെ നിൻ്റെ മകനും നിൻ്റെ അവകാശിയുമാക്കി തീർക്കണമേ. എന്നെ നിൻ്റെ മകളും നിൻ്റെ അവകാശിയുമാക്കി തീർക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അവിടുന്ന് തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അവിടുത്തെ കരം വയ്ക്കണമേ. അനുഗ്രഹിക്കണമേ. അവരുടെ രോഗങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. പാപഭാരങ്ങളിൽ നിന്ന് മോചനം കൊടുക്കണമേ. ബന്ധന കയറുകളെ അഴിക്കണമേ. പൈശാചിക ബന്ധനങ്ങളെല്ലാം ദൂരീകരിക്കണമേ. ഭൂതബാധകൾ മാറ്റണമേ. പൈശാചിക കോട്ടകൾ തകർക്കണമേ. നിന്റെ ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട് എല്ലാവരെയും അവിടുന്ന് തൃക്കരം വെച്ച് അവിടുന്ന് ഇന്ന് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.